ഇപ്രാവശ്യത്തെ ഓണം കളറാക്കാൻ നിറം ഫാബും റെഡിയായി കഴിഞ്ഞു. വേഗം പോരെ. ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ട്രെൻഡിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ മേപ്പാടം സെന്ററിലേക്ക് വേഗം പോരും. ഈ ഓണം ആഘോഷമാക്കാം നിറം ഫാബിനൊപ്പം. 2026-27 സാമ്പത്തിക വർഷത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിലാണ് പ്രമേയം ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചത്. 1,48,30,30,000 രൂപയുടെ കുറവാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് എന്ന വസ്തുതയിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളായ കോൺഗ്രസിലെ ഷാജി, ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്മിത സുകുമാരൻ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വെട്ടിക്കുറച്ച തുക സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കണമെന്ന ആവശ്യത്തിനായുള്ള പ്രമേയത്തെ അനുകൂലിച്ചു. എന്നാൽ 2025-26 LDF ഭരണകാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കാനുള്ള തുകയും ഉൾപ്പെടുത്തണമെന്ന പ്രമേയത്തിൽ ഭേദഗതിയും ആവശ്യമാണെന്ന് ഇവർ ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അജണ്ട മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ സാമ്പത്തിക വർഷത്തെ ഫണ്ട് കുറവ്, അതായത് വെട്ടിക്കുറച്ചു എന്നുള്ള കാരണം കൊണ്ട് സർക്കാരിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി ഒരു പ്രമേയം വൈസ് പ്രസിഡന്റ് ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിൽ ഭേദഗതികളോടുകൂടി മാത്രമാണ് ആ പ്രമേയത്തെ അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടു. ആ ഭേദഗതി എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ അവസാന ഗഡു സർക്കാരിൻ്റെ അവസാന ഗഡു ഫണ്ട് നൽകാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം പണികൾ പൂർത്തീകരിക്കാത്തതുകൊണ്ട് സ്പിൽ ഓവർ വർക്കുകളായിട്ട് വന്നിട്ടുള്ള വർക്കുകളൊക്കെ ഇപ്രാവശ്യത്തെ ഫണ്ടിൽ നിന്ന് ആ സ്പിൽ ഓവർ വർക്കുകൾ കൂടി അതിലുള്ള ഫണ്ടും കൂടി ഇപ്രാവശ്യത്തെ ഫണ്ടിൽ നിന്ന് കണ്ടെത്തേണ്ടതുകൊണ്ട് കൂടിയാണ് ഇതുപോലെയുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ കുറവ് വന്നിട്ടുള്ളതെന്ന് ആവശ്യപ്പെടുകയും അത് ഒരു ഭേദഗതിയോടുകൂടി അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1,30,60,000 രൂപയോളം LDF സർക്കാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നൽകാനുണ്ടെന്നും ആ തുകയും ലഭിക്കുവാനാണ് ഭേദഗതി നിർദ്ദേശമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. LDF ആയാലും UDF ആയാലും സാധാരണക്കാർക്ക് പ്രയോജനമേകുന്ന പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാലത്ത് 10 മണിക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ അവർകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ പദ്ധതി വിഹിതം കഴിഞ്ഞ കാലയളവിനേക്കാൾ കുറഞ്ഞുപോയി എന്നുള്ള വിഷയത്തിന്മേൽ കുറവ് വരുത്തിയ പദ്ധതി വിഹിതം കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു അവതരിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യപരമായ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ലഭ്യമായ ഫണ്ട് നൽകിയാൽ മാത്രമേ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് വന്ന ഫണ്ടിന്റെ കുറവിനെ നികത്തണമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ആവശ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രമേയത്തിൽ ഭേദഗതി വരുത്തി അംഗീകരിക്കണമെന്നുള്ളതാണ് BJPയുടെ കൗൺസിലർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ആവശ്യം. വരുത്തേണ്ട ഭേദഗതി എന്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 1,30,00,000 രൂപ, കൃത്യമായി പറഞ്ഞാൽ 1,59,900 രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അവസാന ഗഡു അനുവദിക്കാത്തതിന്റെ ഭാഗമായി വന്ന കുറവാണിത്. അപ്പോ അത്തരത്തിൽ അന്നത്തെ സമയത്ത് ആസൂത്രണം ചെയ്ത പദ്ധതികൾ പോലും നമുക്ക് ഇപ്രാവശ്യം ലഭിച്ച ഫണ്ട് കൊണ്ട് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും LDF സർക്കാരായാലും UDF സർക്കാരായാലും പൊതുജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഫണ്ടിന്റെ അപാകതയെ പരിഹരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ ഭേദഗതി ഉൾപ്പെടുത്തിയാൽ മാത്രം പ്രമേയം അംഗീകരിക്കാം എന്നുള്ള നിർദ്ദേശവും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് രേഖാമൂലം തന്നെ BDOയെ സമർപ്പിച്ചിട്ടും ഉള്ളതാണ്.
CCV ന്യൂസ് പഴയന്നൂർ.